സെപ്റ്റംബർ 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അജു, വിശുദ്ധ ബാലിൻ, വിശുദ്ധ ബസിലിസ, വിശുദ്ധ സേനോ, വിശുദ്ധ കാരിട്ടോൺ, വിശുദ്ധ ഗ്രിഗറി. വിശുദ്ധ ഗ്രിഗറി. വിശുദ്ധനായ ഗ്രിഗറി 590-604 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു സെനറ്റർ കുടുംബത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഗോർഡിയാനുസിൻ്റെ മകനായിട്ടാണ് ഗ്രിഗറി ജനിച്ചത്. അമ്മയായ സിൽവിയ ഒരു വിശുദ്ധയായിരുന്നു. തൻ്റെ 30-ാമത്തെ വയസ്സിൽ ഗ്രിഗറി തൻ്റെ വസ്തുവകകളെല്ലാം തന്നെ 7 ആശ്രമങ്ങൾ സ്ഥാപിക്കാനായി വിട്ടുകൊടുത്തു. സ്വന്തം ഭവനം ഒരു ബെനഡിക്റ്റൻ ആശ്രമമാക്കി മാറ്റി. റോമായിലുള്ള വിശുദ്ധ ആൻഡ്രൂവിൻ്റെ ആശ്രമമാണ് ഈ ഭവനം. റോമിലെ സെനറ്റായും മുഖ്യ ന്യായാധിപനായും സേവനമനുഷ്ഠിച്ച വിശുദ്ധ ഗ്രിഗറി 5 വർഷങ്ങൾക്ക് ശേഷം ഉദ്യോഗങ്ങളെല്ലാം രാജിവെച്ചാണ് സന്യാസിയായത്. റോമിലെ 2ാമത്തെ ആബട്ട് വലന്റൈൻ്റെ കാലത്ത് 575-ൽ ഗ്രിഗറി സന്യാസവസ്ത്രം സ്വീകരിച്ചത്. ആ ആശ്രമത്തിലുള്ള ജീവിതം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ ദിനങ്ങളാണെന്ന് പിന്നീട് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ദൈവദാസന്മാരുടെ ദാസൻ എന്ന പ്രയോഗം ഗ്രിഗറി 1 ആണ് ആദ്യമായി സ്വീകരിച്ചത്. റോമാ നഗരത്തിൽ ഏകാന്തമായ ഒരു മുറിയിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ അത് തൻ്റെ കുറ്റമായി സ്വയം ഏറ്റെടുത്ത് ഏതാനും ദിവസം അതിന് ശിക്ഷയായി വിശുദ്ധ കുർബാന സമർപ്പിക്കുകയില്ല എന്ന ഗ്രിഗറിയുടെ തീരുമാനത്തെ മറ്റുള്ളവരുടെ സംരക്ഷണവും കൂടി തൻ്റെ ചുമതലയായി കരുതി ചെയ്ത വിശുദ്ധ ഗ്രിഗറിയുടെ ഹൃദയവിശാലതയായി നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ജസസ് എന്നൊരു സന്യാസി 3 സ്വർണ്ണക്കഷ്ണം സ്വന്തമായി സൂക്ഷിച്ചു വച്ചിരുന്നു. അത് പുറത്തു വന്നപ്പോൾ ആ സന്യാസിയോട് ആരും സംസാരിച്ചുകൂടെന്ന് ഗ്രിഗറി പറഞ്ഞു. സന്യാസികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ദിനം പ്രതി വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ സമർപ്പിക്കണമെന്ന് ഗ്രിഗറി ആജ്ഞാപിച്ചു. 30-ാം ദിവസം ജസസിൻ്റെ ആത്മാവ് ബ്രദർ കോപ്പിയോസൂസിന് പ്രത്യക്ഷപ്പെട്ടു. താൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതനായ വിവരം അറിയിച്ചു. ഈ സംഭവമാണ് ഗ്രിഗോറിയൻ കുർബാനയുടെ അടിസ്ഥാനം. പെലാജിയൂസ് ദ്വിതീയൻ പാപ്പയുടെ മരണാനന്തരം ഗ്രിഗറിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. 14 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം വലിയ വിജയമായിരുന്നു. ശീശ്മകൾ പരിഹരിച്ചു. ആര്യൻ പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തി. ജോബിൻ്റെ പുസ്തകത്തിലെ സന്മാർഗ തത്വങ്ങൾ, ആത്മപാലനം, ഡയലോഗ് മുതലായ പല ഗ്രന്ഥങ്ങളുടെയും കർത്താവാണ് വിശുദ്ധ ഗ്രിഗറി. 800ഓളം എഴുത്തുകൾ 14 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതുകയുണ്ടായി. അധ്വാനവും തപസ്സും കൊണ്ട് ക്ഷീണിതനായി 64-ാമത്തെ വയസ്സിൽ 604 മാർച്ച് 12-ന് വിശുദ്ധ ഗ്രിഗറി നിര്യാതനായി. ഗായകർ, പണ്ഡിതർ, അധ്യാപകർ ഇവരുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ഗ്രിഗറിയെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. ഭൗതിക നേട്ടങ്ങളെ വേണ്ടെന്ന് വെച്ച് സന്യാസിയായി ജീവിച്ച വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പയെ സഭാ ശുശ്രൂഷകളിൽ തീഷ്ണതയോടെ പങ്കെടുക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ നിന്നും മരിച്ച് വേർപെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവരും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരുമായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.